ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ഐസക്കങ്ങൾ, കൂടി വന്ന എല്ലാ ദൈവജനങ്ങളും, പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഫെബിൻ പാസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ്. എല്ലാ ദൈവങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, വന്ദനം ചൊല്ലുന്നു. നമുക്ക് വേഗം തന്നെ ദൈവത്തിൻ്റെ വചനത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലെ അഗിരിപ്രഭാഷണങ്ങളിലെ ഓരോ ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ്. ഓരോ ഭാഗ്യാവസ്ഥയും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ വളരെയധികം അതിന് ആഴമുള്ളതായിട്ട് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗ്യാവസ്ഥയിലോട്ട് നമുക്ക് പോകാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായി സുവിശേഷം 5:5 ഇത് ഇങ്ങനെ വായിക്കുന്നു: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പഠിച്ച ആ കാര്യം ഓർമ്മയുണ്ടെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അതായത് നമ്മളതിനകത്ത് പഠിച്ചു ബെഗ് ഫോർ ദ സ്പിരിറ്റ്. കാരണം ദൈവത്തിൻ്റെ എല്ലാ സിസ്റ്റവും നടക്കുന്നത്, എല്ലാ കാര്യവും നടക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ്. ആത്മാവിൻ്റെ അളവ്, ആത്മാവിൻ്റെ ആ തരം, അതിൻ്റെ പർട്ടിക്കുലർ പർപ്പസ്, അതനുസരിച്ച് നമ്മളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യത്യാസപ്പെട്ടിരിക്കും. പക്ഷെ എന്നാലും ആത്മാവിൽ കൂടിയാണ് ദൈവത്തിൻ്റെ ഫുൾ സിസ്റ്റവും. അത് നമ്മൾ കണ്ടു. പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. അപ്പോൾ ആത്മാവിനെ ദൈവം, അതുകൊണ്ട് തന്നെയാണ് യേശു ഇവിടെ പറയുന്നത്, അത് യാചിച്ച് ബെഗ് ഫോർ ദ സ്പിരിറ്റ്. വേറെ ഒരു ഓപ്ഷനില്ല. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടുതൽ നമുക്ക് ഉയർന്നു വരണമെങ്കിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ സീക്രട്ട് ഇതേ ഉള്ളൂ: ആത്മാവിനെ ചോദിച്ചു മേടിക്കുക. ആത്മാവിൻ്റെ അളവിനനുസരിച്ചിരിക്കും നമ്മുടെ പ്രവർത്തനം. ഹല്ലേലൂയ. അത് നമ്മൾ വളരെ വ്യക്തമായ ആഴത്തിൽ കണ്ടായിരുന്നു. അതുപോലെ നമ്മൾ അടുത്ത കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട കാര്യമാണ് ആ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അപ്പോൾ ആ യഥാർത്ഥമായ ഒരു ദുഃഖം, അതായത് ദൈവം എക്സ്പെക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിസ്റ്റത്തിന് വിപരീതമായ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുമ്പോൾ, നമ്മുടെ അറിവിൽ അത് അങ്ങനെ വരുമ്പോൾ നമുക്കതിന്മേൽ യഥാർത്ഥമായ ഒരു ദുഃഖം തോന്നേണ്ട ഒരു ആവശ്യമുണ്ട്. ആ ദുഃഖം തോന്നുന്ന വിധം എങ്ങനെയാണ്, ആ ദുഃഖം എന്തുകൊണ്ട് ചിലർക്ക് തോന്നുന്നു, എന്തുകൊണ്ട് ചിലർക്ക് തോന്നുന്നില്ല, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടത്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന കാര്യം, ഒന്ന്, ആത്മാവിൻ്റെ ആവശ്യമുണ്ടോ, അത് ഭയങ്കരമായ ആവശ്യമുണ്ട്. ബെഗ് ചെയ്ത് ആത്മാവിനെ പ്രാപിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യത്തെ ആഴ്ച കണ്ടത്. അതിനുശേഷം അടുത്ത കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ, ഈ ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും വ്യതിചലിച്ച് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു കറക്റ്റീവായിട്ട് അങ്ങനെ ആവാൻ വേണ്ടി നമ്മൾ യഥാർത്ഥമായി ആഗ്രഹിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുവാണെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് യഥാർത്ഥമായ ദുഃഖം തോന്നുകയും വേണമെന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ആഴ്ചക്കാലം കണ്ടത്. ഈവൻ ആ പാറ്റേണിന് പോലും വളരെ പ്രസക്തിയുണ്ട്. അത് നമുക്ക് മൊത്തം പഠിച്ചാലേ അതിൻ്റെ അത് പ്രൂവ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ്: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഹല്ലേലൂയ. ഇതൊക്കെയും വളരെ ചെറിയ ചെറിയ വാക്യങ്ങളായതുകൊണ്ട് നമ്മൾ വളരെ എളുപ്പമാണെന്ന് തോന്നും. ഇത് ഒട്ടുമേ എളുപ്പമല്ല. ഒട്ടും അത് നമുക്ക് എളുപ്പമാണെന്ന് തോന്നുന്നത് മാത്രമേ ഉള്ളൂ, എളുപ്പമല്ല. അത് വളരെ ആഴമുള്ളതാണ്. വളരെ ആഴെന്ന് വെച്ചാൽ ഇവിടെ തന്നെ 5, 6, 7 പഠിപ്പിച്ചിട്ട് ഏറ്റവും അവസാനം പറഞ്ഞത്, യേശു പറഞ്ഞ ഈ ഗിരിപ്രഭാഷണങ്ങൾ പ്രവർത്തിക്കുന്നവൻ, അത് പ്രാക്ടീസ് ചെയ്യുന്നവൻ ബുദ്ധിയുള്ളവനായിരിക്കും. അത് കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാത്തവൻ അവൻ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ മണലിന്മേൽ വീട് പണിത വ്യക്തിയോട് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ തന്നെ കാഴ്ചപ്പാടിൽ
ബുദ്ധിയുടെ ഒരു കാറ്റഗറിയിൽപ്പെട്ട ബുദ്ധിവചനങ്ങളാണ്, ജ്ഞാനവചനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഏതായാലും കഴിഞ്ഞ 2 പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായത് ഒത്തിരി വ്യത്യാസമുണ്ട് സാധാരണ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച്. ഈ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന കാര്യത്തിലും നമ്മുടെ സാധാരണഗതിയിലുള്ള ഡിക്ഷണറി മീനിങ്ങിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ ഒരു യഥാർത്ഥമായ ആശയമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയത്. സൗമ്യതയുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഭൂമി കിട്ടും എന്നുള്ള ഒരു സാധാരണഗതിയിൽ അങ്ങനെ ഡിക്ഷണറി മീനിങ്ങിൽ അങ്ങനെ നമുക്ക് ചിന്തിക്കാമല്ലോ. ഈ ലോകത്ത് ഒത്തിരി സമ്പത്തോ അല്ലെങ്കിൽ ഒത്തിരി ഭൂസ്വത്തൊക്കെ ഉണ്ടാകണമെങ്കിൽ സൗമ്യത എന്നുള്ള ആത്മാവിൻ്റെ ഒരു ബലം ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് നമ്മൾ ധരിക്കാം. അതങ്ങനെ എഴുതിയ ലിറ്ററലി മീനിങ് എടുത്ത ഡിക്ഷണറി മീനിങ്ങിൽ നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ അതിൻ്റെ അർത്ഥം ഒത്തിരി ആഴത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ ഈ പറയുന്ന ഈ ഭൂമിയെ അവകാശമാക്കുമെന്നുള്ള ആ യഥാർത്ഥ ഗ്രീക്ക് ബൈബിളിൽ പോയാൽ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ഒരു അരീന, അല്ലെങ്കിൽ നമ്മളുടെ അതായത് നമ്മളെ ഈ ഭൂമിയിലാക്കി വെച്ച ഒരു സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സർക്കംസ്റ്റാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരു ടൈമുണ്ട്, ഒരു സമൂഹമുണ്ട്, നമ്മളെ ചുറ്റിപ്പറ്റി ഒരു കുടുംബമുണ്ട്, ഒരു സഭയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പർട്ടിക്കുലർ ഇപ്പം നമ്മളൊക്കെ ചിലരൊക്കെ ഡൽഹിയിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെയൊക്കെ ആക്കി വച്ചിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റിന് വിൻ ചെയ്യണമെങ്കിൽ ആവശ്യമുള്ള കാര്യമാണ് സൗമ്യത. അത് ഞാൻ പ്രൂവ് ചെയ്തു തരാം. അതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാവുന്നൊരു വാക്യമാണ് ഈ സംഖ്യാപുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ മോശയെക്കുറിച്ച് ദൈവം പറയുന്ന ആ ഒരു സാക്ഷ്യമുണ്ടല്ലോ. സംഖ്യാപുസ്തകം 12-ന്റെ 3-ാം വാക്യം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഹല്ലേലൂയ. അപ്പം സൗമ്യതയാണ് സ്കെയിലെങ്കിൽ മോശ ഭയങ്കര ലാൻഡ് ലോഡായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഈ ലിറ്ററൽ മീനിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ബൈബിളല്ലേ, ബൈബിളിനകത്ത് ഒരു സ്ഥലത്തും കോൺട്രാഡിക്ടറി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകാനും പാടില്ല. അപ്പോൾ മോശയാണ് ഭൂമിയിലുള്ള സകല വ്യക്തിയിലും സൗമ്യനായിരിക്കുന്ന വ്യക്തി. അതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, ദൈവം പറയുന്നത്. നമുക്കറിയാം മോശ ലേവി ഗോത്രത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ തന്നെ വരുമ്പം അവർ ലേവി ഗോത്രത്തിന് ഇതുപോലത്തെ അവകാശങ്ങളൊന്നുമില്ല. അപ്പോൾ അതേസമയം മോശയാണ് അവിടുത്തെ ലീഡർ. മോശ ആ പറഞ്ഞ കാര്യം ഏറ്റവും ഭയങ്കരമായി, അല്ലെങ്കിൽ മോശനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറ്റവും നന്നായി തന്നെ മോശ അത് ഹാൻഡിൽ ചെയ്തായിരുന്നു. അവസാന കനാൻ ദേശത്തിലെത്തുന്ന ആ ഒരു കാര്യത്തിൽ ഒഴികെ. പക്ഷെ ആ ജനങ്ങളെ അത്രയും റെഡിയാക്കുകയും അവസാനത്തെ ലാപ്പ് യോശുവയ്ക്ക് കൈമാറുകയും ഒക്കെ വളരെ സക്സസ്ഫുള്ളായി തന്നെ ചെയ്ത ഒരു വ്യക്തിയാണ് മോശ. ഇനി വേറൊരു ആംഗിളിൽ കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വായിച്ച വാക്യം ഇങ്ങനെയാണ്: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കുമെന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. ഇപ്പം നമ്മൾ വായിച്ച വാക്യം ഒന്ന് വായിച്ച്, മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു എന്നാണ് ഇവിടെ എഴുതിയത്. മലയാളത്തിൽ ഒരു സ്ഥലത്ത് ഭൂമി എന്നും എഴുതിയിട്ടുണ്ട്, ഒരു സ്ഥലത്ത് ഭൂതലവും എന്ന് എഴുതിയിട്ടുണ്ട്. ഈ ഭൂതലം എന്നുള്ള എഴുത്തിൽ ഞാൻ ഇംഗ്ലീഷിലും കൂടെ വായിക്കാം. നൗ ദ മാൻ മോസസ് വാസ് വെരി ഹംബിൾ മോർ ദാൻ എനി മാൻ ഹു വാസ് ഓൺ ദ ഫേസ് ഓഫ് ദ എർത്ത്. അത് വളരെ കറക്റ്റായിട്ട് എഴുതിയേക്കണേ. അതായത് ഭൂമി എന്നുള്ള, അല്ലെങ്കിൽ ഫേസ് ഓഫ് ദ എർത്ത് എന്ന് തന്നെ പറഞ്ഞേക്കണേ. ഭൂതലത്തിൽ വസിക്കുന്ന എല്ലാവരിലും അതിസൗമ്യനാണ് മോശ എന്ന് തന്നെ എഴുതിയേക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ എഴുതിയേക്കുന്നത് ഭൂമിയെ കൈവശമാക്കും എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലിറ്ററൽ മീനിങ്ങിൽ വ്യത്യാസമുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ
ഇവിടെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, സൗമ്യത എന്ന ആത്മാവിന്റെ ബലം, സൗമ്യത ആത്മാവിന്റെ ബലമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-23 ആ ലിസ്റ്റിങ്ങിൽ ഉള്ളപ്പെട്ട ഒരു കാര്യമാണ് സൗമ്യത എന്നുള്ള ആത്മാവിൻ്റെ ആ ഒരു ക്വാളിറ്റി. ഹല്ലേലൂയ. അപ്പോൾ സൗമ്യത ഉണ്ടെങ്കിൽ മാത്രമേ, അല്ല ഇവിടെ ദൈവം പഠിപ്പിക്കുന്ന ഒരു കേസാണ്. ആദ്യം ആത്മാവിനെ ഇങ്ങനെ നോക്കുക, ഒരു വ്യക്തി, ആ വ്യക്തിക്ക് കുറച്ച് ഗുണങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില ഗുണങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടാണ് ഈ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്നെ, പിന്നെ അവിടെ ഈ 5-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ വരുമ്പോൾ അവൻ ഭൂമിയുടെ ഉപ്പാകുന്നു, അവൻ പ്രകാശിക്കും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആ ലിസ്റ്റിങ്ങിന് വളരെ പ്രസക്തിയുണ്ട്. ഇവൻ ഉപ്പാണെങ്കിൽ, പ്രകാശിപ്പിക്കണമെങ്കിൽ ഈ മുകളിലിരിക്കുന്ന കാര്യം ഇവൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇയാൾ പ്രകാശിക്കാനും ഉപ്പാകാനൊക്കെ പോകും, ദൈവം ഉദ്ദേശിച്ച കപ്പാസിറ്റിയിൽ, ആ ക്വാളിറ്റിയിൽ. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ 3-ാമത്തെ കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. നമ്മൾ ആദ്യം ആത്മാവിനെ വേണമെന്നുള്ള കാര്യം നമ്മൾ കട്ടായം കണ്ടു. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഡീവിയേഷൻ വന്ന, ദൈവത്തിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് മാറിപ്പോയാൽ അതിൽ ദുഃഖം തോന്നണം എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം കൊണ്ട്, ദുഃഖം തോന്നിയില്ലെങ്കിൽ അതിനകത്ത് പ്രശ്നമുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ ലൈഫിൽ പ്രശ്നമുണ്ട്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നമുണ്ട്. അത് കറക്റ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ, അത് കറക്റ്റ് ആണെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമേ ദുഃഖം തോന്നുള്ളൂ. ദുഃഖം തോന്നണം. ഇനി ദുഃഖം തോന്നും, അതായത് ആത്മാവിനെ നമ്മൾ ബെഗ് ചെയ്ത് എടുക്കുന്നു, ദുഃഖം തോന്നുന്ന വ്യക്തി 3-ാമത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നു. ആൾക്ക് സൗമ്യത എന്നുള്ള ആത്മാവിൻ്റെ ബലം ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു യഥാർത്ഥമായ ദൈവ പൈതലിന് ദൈവം യഥാർത്ഥമായി ഡിസൈർ ചെയ്യുന്നു, യഥാർത്ഥമായി ദൈവം അവനെ വേണമെന്ന് പഠിപ്പിക്കുന്നു. യേശു അതുകൊണ്ട് പഠിപ്പിക്കുന്ന. ഹല്ലേലൂയ. കാരണം ഇവൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ ഇവനെ ഏൽപ്പിച്ച വ്യക്തി ജീവിതങ്ങളുടെ ഒരു പക്ഷേ അവനെ ഏൽപ്പിച്ച ആ മേഖലകളിൽ അവൻ വിൻ ചെയ്യണമെങ്കിൽ, അതിനെ കൈവശമാക്കണമെങ്കിൽ, അത് വ്യക്തി ജീവിതമാവാം, ആത്മാക്കളാവാം, അല്ലെങ്കിൽ അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാവാം, എല്ലാ തരത്തിലും അതിനെ യഥാർത്ഥമായി കൈവശമാക്കുകയും അതിനെ വിൻ ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യമാണ് സൗമ്യത എന്നാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇനി അതിൻ്റെ ആ സൗമ്യതയുടെ ബേസിക്, അല്ലെങ്കിൽ ആ മോശയുടെ നമ്മൾ നേരത്തെ വായിച്ച വാക്യവും ഇതൊക്കെ വെച്ചിട്ട് വെറും ഒരു ഭൂമിയല്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അതിനെ കുറച്ചുകൂടെ ആഴത്തിൽ വലിയൊരു കാര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരാൾ സൗമ്യത എന്നുള്ള ക്വാളിറ്റിയിൽ എങ്ങനെ യഥാർത്ഥമായി വിൻ ചെയ്തു എന്നുള്ള കാര്യം നമ്മൾക്കൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനുവേണ്ടി നമുക്ക് യേശുവിൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. ഒരു റിയൽ ആയിട്ട് യേശു തന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ആ കാര്യം നമുക്കൊന്ന് വായിക്കാം. അതിനുവേണ്ടി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ഒന്ന് ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാവോ? 1 മുതൽ 14 വരെ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വായിക്കേണ്ടി വരില്ല. അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നദനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നുവെന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നുവെന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടവ് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെ ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകെ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തില്ലായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു.
ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്ന് പ്രാതൽ കഴിച്ചു കൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിക്കാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നതിന് ശേഷം ഇങ്ങനെ 3-ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവർ നമുക്കൊക്കെ അറിയാവുന്ന വളരെ പരിചയമുള്ള വേദഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. പക്ഷേ നമ്മൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ സൗമ്യത, യേശുവിലുള്ള സൗമ്യത വളരെ വ്യക്തമായി കാണുന്ന ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, യേശുവിൻ്റെ എൻ്റെ ശുശ്രൂഷ തികച്ചിട്ട് ഈ ശിഷ്യന്മാരെയൊക്കെ സെലക്ട് ചെയ്ത് യേശുവിൻ്റെ യഥാർത്ഥമായ ആ കാര്യങ്ങൾ, ടീച്ചിങ്, നമ്മളീ പഠിക്കുന്ന വചനമൊക്കെ അടക്കം എല്ലാം പഠിപ്പിച്ച് യേശുവിൻ്റെ യഥാർത്ഥമായ ആ ട്രാൻസ്ഫിഗറേഷനൊക്കെ കാണിച്ച് യഥാർത്ഥമായ മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കുന്ന, ദൈവത്തിൻ്റെ ജ്ഞാനം പകർന്നു കൊടുക്കുന്ന, ദൈവത്തിൻ്റെ എല്ലാ സീക്രട്ടുകളും പഠിപ്പിച്ചു കൊടുത്ത ശിഷ്യന്മാരാണ് ഇപ്പോൾ പിന്മാറ്റത്തിൽ പോയേക്കുന്നത്. മാത്രമല്ല, യേശു ഓൾറെഡി ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടുള്ള അവസ്ഥയിലാണ് നമ്മളിപ്പോൾ വായിക്കുന്നത്. ഇനി യേശുവിന് രണ്ടാമതൊന്നുകൂടെ, നമ്മളൊന്ന് മാനുഷികമായിട്ടൊന്ന് ചിന്തിക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് വേണ്ടി നമ്മുടെ എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്തിട്ട് ആ ഏൽപ്പിച്ച, അല്ലെങ്കിൽ നമ്മൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ആൾക്കാർ മാറിപ്പോയിട്ട് അതൊന്നുമല്ലാതിരിക്കുന്ന അവസ്ഥ സാധാരണഗതിയിൽ മാനുഷികമായിട്ടാണെങ്കിൽ ഭയങ്കരമായ നമുക്ക് വിഷമവും നിരാശയും വളരെയധികം കോപവും ഒക്കെ വരാൻ പാകത്തിനുള്ള സന്ദർഭമാണ് നമ്മളിപ്പോൾ വായിച്ചത്. പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല എങ്കിൽ കൂടിയും വളരെ, അതായത് ഫുൾ എക്സ്പെക്റ്റേഷൻ, എല്ലാ കാര്യവും ഹാൻഡ് ഓവർ ചെയ്ത ഇവർ തന്നെ മൊത്തത്തിൽ ഞാൻ ഈ പണി വേണ്ട, എനിക്ക് ഈ പരിപാടി വേണ്ട എന്ന് പറഞ്ഞ് പരിപൂർണമായി ക്രിസ്ത്യാനിറ്റി യേശുവിൻ്റെ സിസ്റ്റത്തെ ഉപേക്ഷിച്ച് പക്കാ പിന്മാറ്റത്തിൽ പോയിട്ട് അവരുടെ കാര്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഈ വലിയൊരു മാതൃകയാണ്. ഈ സൗമ്യത എന്നുള്ള കാര്യത്തിലൂടെ ഈ ശിഷ്യന്മാരെ പിന്നെയും അവൻ്റെ ആ പന്താവിലോട്ട് പിന്നെയും സ്നേഹത്തോടെ വിളിച്ചടുപ്പിക്കുന്ന ഒരു കാര്യം. സാധാരണഗതിയിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നമ്മുടെ സാധാരണഗതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വർക്കിന് പകരം അതിന് ഓപ്പോസിറ്റും അതിന് ഘടകവിരുദ്ധമായൊരു കാര്യം ആരെങ്കിലും ചെയ്താൽ നമ്മുടെ സകല കൺട്രോളും വിട്ട് നമ്മൾ പെരുമാറും. പക്ഷേ ഇവിടെ യേശു അങ്ങനല്ല നമ്മളെ കാണിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ച ഒരു പ്രത്യേകിച്ച് പിന്മാറ്റത്തിലുള്ളവരെയോ അല്ലെങ്കിൽ അവിശ്വാസികളോ നേടണമെങ്കിൽ, അതും സാത്താൻ പ്രവർത്തിച്ചിട്ട് പിന്മാറ്റത്തിൽ പോയ വ്യക്തികൾ, അത് വളരെ വ്യക്തം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എങ്ങനെയല്ലേ പഠിച്ചേ? ഹൗവ, പ്യുവറായ ഹൗവയാണെങ്കിൽ കൂടിയും സാത്താൻ കുറച്ചു നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ സാത്താൻ പറയുന്നത് സത്യവും ദൈവവും പറയുന്നത് തെറ്റുമെന്ന് തോന്നി സാത്താൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോയ ഹൗവ. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഈ ശിഷ്യന്മാരിൽ സാത്താൻ്റെ പ്രവർത്തനമുണ്ട്. സാത്താൻ്റെ ഇൻഫ്ലുവൻസാലാണ് അവർ ദൈവത്തിൻ്റെ പരിപാടി ഇട്ടേച്ച് ഫിഷിങ്ങിന് പോയ, മീൻ പിടിക്കാൻ പോയത്. അപ്പോൾ ഇവിടെ യേശു അവരെ എങ്ങനെ എതിരേറ്റേ? ഹല്ലേലൂയ. നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് ഒളിഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. യേശു വളരെ, അതായത് യേശു ഇതിനു മുമ്പ് ഇവരോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആത്മാവിൻ്റെ ഒരു സ്റ്റാൻഡേർഡിലായിരിക്കുന്ന അവസ്ഥയിൽ ദേഷ്യപ്പെട്ട കാര്യം ഉണ്ടാവും ഒരുപക്ഷെ. അല്ലെങ്കിൽ യേശു വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, പ്രത്യേകിച്ച് ആ അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ എന്നൊക്കെ പറഞ്ഞിട്ട് യേശു അവരോട് അതിഭയങ്കരമായിട്ട് ശാസിച്ചിട്ടുണ്ട്. ഈ പത്രോസിനോട് തന്നെ സാത്താനെ എന്നെ വിട്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്.
പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. യേശു പക്ക പിന്മാറ്റത്തിൽ പോയി യേശുവിൻ്റെ ട്രാക്കിൽ നിന്ന് പോയവരെ തിരിച്ചെത്തിക്കാനുള്ള ദൈവത്തിൻ്റെ സിസ്റ്റം നോക്കിയേ. ഹല്ലേലൂയ. വളരെ സൗമ്യതയോടെ, വളരെ അവർക്ക് ആവശ്യമാകുന്ന ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. ഇത് നമുക്ക് വലിയൊരു പാടാട്ടോ. എന്നെയൊക്കെ ഒത്തിരി പഠിപ്പിച്ചൊരു കേസാണ്. ഒരാളെ കറക്റ്റായിട്ട്, പ്രത്യേകിച്ച് സാത്താൻ്റെ പിടിയിൽ കിടക്കുന്നവരെ കറക്റ്റാക്കി കൊണ്ടുവരണമെങ്കിൽ ഉള്ള മർമ്മപ്രധാനമായ 2 കാര്യങ്ങൾ ഇവിടെ ഒളിഞ്ഞെടുപ്പുണ്ട്. ഒന്ന്, സൗമ്യതയുടെ ഒരു സിസ്റ്റം. ഹല്ലേലൂയ. അവർക്ക് ആവശ്യമുള്ള ഏറ്റവും സ്നേഹത്തോടെ, ആ സൗമ്യതയോടെ കൂടെ, സാധാരണഗതിയിൽ നമ്മുടെ സകല കൺട്രോളും വിട്ട് പെരുമാറേണ്ട ഒരു അവസ്ഥയാണ് ആക്ച്വലി അവർ ഒപ്പിച്ചു വെച്ചാണ്. പക്ഷേ യേശു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് വളരെ സൗമ്യതയോടെ അവർക്കുള്ള ഭക്ഷണം കൂടെ ഉണ്ടാക്കി. നമ്മളൊക്കെയാണ് ചെയ്യുമോ? അവന് ഭക്ഷണം കൊടുക്കാൻ പോവാ. ഇമാതിരി ഞാൻ ഇത്രയും എൻ്റെ ലൈഫ് കളഞ്ഞിട്ട്, മറ്റുള്ള എന്തെങ്കിലും പണമോ സാധനമൊന്നുമല്ല, യേശുവിൻ്റെ ലൈഫാണ്. ലൈഫ് കൊടുത്തിട്ടാണ് അവസാനം ഇത് സംഭവിച്ചതേ. യേശുവിൻ്റെ എൻ്റെ ശുശ്രൂഷ തയ്ച്ചിട്ടാണ് ഇത് സംഭവിച്ചതേ. എൻ്റെ ആക്ടിവിറ്റി ഇനി അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നീക്കാനുള്ളത് ഈ ശിഷ്യന്മാരാണ്. അവരാണ് ഇങ്ങനെ കാണിച്ചത്. തകർന്നു പോവില്ലേ മാനുഷികമായിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് തന്നെ എന്തെങ്കിലും അതുപോലത്തെ സിമിലറായിട്ടുള്ള അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ യേശു എങ്ങനെയാണ് അവരെ റിസ്റ്റോർ ചെയ്തത്? ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ. ഒന്ന് സൗമ്യതയുടെ ഒരു കാര്യം, രണ്ടാമത്തെ വേറൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ശുശ്രൂഷയിലുള്ള വ്യക്തിജീവിതം നമുക്കത് വളരെ യൂസ്ഫുൾ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി ഫ്രം ശിഷ്യന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചിന്തിക്കാം. ശിഷ്യന്മാർ അതായത് യേശുവിൻ്റെ പരിപാടി, യേശു ഓൾറെഡി മരിച്ചു, യേശുവിൻ്റെ പരിപാടി അവരൊക്കെ യേശു ഉയർത്തെഴുന്നിട്ട് മനസ്സിലായി. പക്ഷേ സ്റ്റിൽ പറ്റില്ല, ഈ പരിപാടി പറ്റില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ, സർവൈവ് ചെയ്യണമെങ്കിൽ ആ പരിപാടി കൊണ്ട് പോയാൽ പറ്റില്ല, പഴയ എൻ്റെ പണി തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് പത്രോസ് വലയും എടുത്തിറങ്ങിയത്. കൂട്ടുകാരും അവരുടെ കൂടെ കൂടി. ഒരു രാത്രി മൊത്തം അധ്വാനിച്ചു. ഞാനിപ്പോൾ പറയുന്നത് ശിഷ്യന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, പിന്മാറ്റത്തിലുള്ള ശിഷ്യന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. അതായത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ പരിപാടിയില്ല, ഇനി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാന്ന് വെച്ചാൽ അതും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ, മാത്രമല്ല ഇവർ ഓൾറെഡി സാത്താൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇവർ ഇറങ്ങി പുറപ്പെട്ടത്. സാത്താൻ്റെ ഇൻഫ്ലുവൻസ് അവിടെ ഉള്ളതുകൊണ്ടാണല്ലോ എങ്ങനെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ വരില്ലല്ലോ. അപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, യേശു അന്ന് അപ്പോഴും അറിഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴൊന്നും അറിഞ്ഞിട്ടില്ല അവർ. എന്നിട്ട് യേശു പറയുന്നു, പടകിന് വലത്ത് ഭാഗത്ത് വല ഇറക്കാൻ പറയുന്നു, വല വീശാൻ പറയുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, സാധാരണഗതിയിൽ ഒരു രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് അത് സംഭവിക്കാതെ വരുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരൂലേ? അതുപോട്ടെ, സഹോദരിമാരൊക്കെ വീട്ടിൽ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടെന്ന് ദേഷ്യം വരൂലേ? വെരി സിമ്പിൾ കാര്യമല്ലേ. വളരെ കാര്യമായിട്ട് ഗസ്റ്റ് വരുന്നുണ്ട്, കുക്ക് ചെയ്യുന്നു, ഒരു നല്ലൊരു ഡിഷ് ഉണ്ടാക്കുന്നു, പക്ഷെ ശരിയായില്ല, അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ദേഷ്യം വരും, സ്വാഭാവികമാണ്. അതിലും വലിയ ഇമ്പോർട്ടൻ്റ് അല്ലേ ശിഷ്യന്മാരുടെ കാര്യത്തിൽ? അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത സന്ധാരണത്തിനാ, അവരുടെ യേശുവിൻ്റെ പരിപാടി അത് പോയി, അത് ശരിയാവുമെന്ന് അവർക്ക് തോന്നുന്നില്ല. എന്നാൽ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് വെച്ചാൽ പോലും ഒന്നും കിട്ടാത്ത, ഒരു മീനെ പോലും കിട്ടാത്തൊരവസ്ഥ. ഇറ്റ് വാസ് സോ ടഫ് ആൻഡ് വളരെ പാത്തറ്റിക് സിറ്റുവേഷനാണ്. അവർ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവനെ ചിലപ്പം അടി വെച്ച് കൊടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ പറയണേ, സാധാരണഗതിയിൽ ദേഷ്യം വരും. നീ ആരത് ചോദിക്കാൻ? ഇവിടെ മാത്രമല്ലേ സംഭവിക്കുന്നത്. ഈ ശിഷ്യന്മാരെ വിളിച്ച സമയത്തും ഏകദേശം സെയിം ആയിട്ടാണ്. അവർ പ്രത്യേകിച്ച് ഒരു ഒബ്ജക്ഷനും കൂടാതെ യേശുവിൻ്റെ കൂടെ അങ്ങ് പോരുക. ഈ ശിഷ്യന്മാരെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട്, എന്തുകൊണ്ടത്? എന്താ അങ്ങനെ?
എന്ത് ബൈബിളിൽ അതിനകത്ത് അങ്ങനെ എഴുതിയേക്കണേ? ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. ഇവർക്കൊരു അഭിപ്രായമില്ലേ? ഇവർക്കൊരു കാര്യവുമില്ലേ? ഇവർക്ക് എങ്ങനെ ഇങ്ങനെ അങ്ങ് വരാൻ പറ്റണേ? ഇവിടെ വേറെ ഓരോരുത്തരുടെ പുറകെ നടന്നിട്ട് ഇത്ര വർഷങ്ങൾ നടന്നിട്ട് ഒന്നും സംഭവിക്കണില്ല. പക്ഷെ ഇവര് വിളിച്ച ഉടനെ അങ്ങ് വരുവാണ്. ഈ പത്രോസ് അടക്കം, പത്രോസ് അന്നാണെങ്കിൽ പത്രോസിന്റെ കാര്യത്തിലാണെങ്കിൽ ശ്രദ്ധിക്കണമേ, അവൻ ആദ്യം ഒരു പ്രസംഗമൊക്കെ ഈ പടകില് ഒരു പ്രസംഗവും നടത്തിയതിന് ശേഷമാണ് പിന്നെ മീൻ പിടിക്കുന്ന കാര്യം പറഞ്ഞ ആ ഭാഗങ്ങളിലൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ ഈ പത്രോസിനൊന്നും ആ സമയത്തൊന്നും തോന്നില്ലേ, എൻ്റെ സമയം കളഞ്ഞ് ഉള്ള സമയം കൊണ്ട് ഇത് ഒരുത്തന്നെ വന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. മാനുഷികമായിട്ട് ഞാൻ പറയണേ, കാരണം എന്ന് വെച്ചാൽ ഐ വാണ്ട് ടു ടെൽ യു ദ സീക്രട്ട്. എന്തുകൊണ്ട് അവരങ്ങനെ ബിഹേവ് ചെയ്തില്ല? അതിനൊരു സ്പിരിച്വൽ ട്രൂത്ത് ഉണ്ട്. അത് ഈ നമ്മുടെ ഈ സ്പിരിച്വൽ വാർഫെയറും സ്പിരിച്വൽ ആയിട്ടുള്ള, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വേലയിൽ ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കേസാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് എന്താന്ന് വെച്ചാൽ നത്തിങ് ബട്ട് യേശു അന്ധകാര ശക്തിയെ ശാസിച്ചായിരുന്നു. ഇവരിലുള്ള അന്ധകാര ശക്തിയെ പുറത്താക്കിയായിരുന്നു. അതുകൊണ്ടാണ് പത്രോസിനോട് തന്നെ ആ താക്കോൽ കൊടുക്കുന്ന കാര്യം തന്നെ പറയുന്നില്ലേ, നീ ഭൂമിയിലുള്ളത് അല്ലെ, നീ വാട്ട് എവർ യു ബൈൻഡ് ഓൺ എർത്ത് വിൽ ബി ബൗണ്ട് ആൻഡ് വാട്ട് എവർ യു ലൂസ് ഓൺ ദ എർത്ത് വിൽ ബി ലൂസൺ. ആ ഒരു കാര്യമില്ലേ, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. എപ്പോഴാ ഈ പത്രോസ്, ഒത്തിരി പ്രശ്നമുള്ള പത്രോസിന് ആദ്യം തന്നെ ദൈവപുത്രൻ എന്നൊരു വ്യക്തി അംഗീകരിച്ചാൽ അവൻ്റെ ശിഷ്യന് കൊടുക്കുന്ന കപ്പാസിറ്റിയാണ് ഈ അന്ധകാര ശക്തിയെ ഹല്ലേലൂയ അഴിപ്പാനും കെട്ടാനും ഉള്ള അധികാരം. ഹല്ലേലൂയ. യേശു സിമ്പിളി ആ സെയിം സാധനം യേശു യൂസ് ചെയ്തെന്നുള്ളൂ. അതായത് ഇതിനു മുമ്പേ ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ അന്ധകാര ശക്തിയെ നമ്മൾ മാറ്റി നിർത്തിയേ പറ്റൂ. അന്ധകാര ശക്തിയെ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിൽ നിന്നും മാറ്റി നിർത്തിയേ പറ്റൂ. ഹല്ലേലൂയ. ഈ പോൾ യോങ്കീച്ചോ ഒക്കെ ചർച്ച്, അത്രയും 1 മില്യൺ മെമ്പേഴ്സോളം ഉള്ള ചർച്ച് അവിടെ പ്ലാന്റ് ചെയ്തതിൻ്റെ സീക്രട്ട് ഇതാ. അന്ധകാര ശക്തികളെ കൊറിയയിൽ നിന്ന് തന്നെ അവർ പ്രാർത്ഥിച്ച് അതിനെ മാറ്റിക്കളഞ്ഞു. അവരുടെ ബുക്കിൽ അങ്ങനെയൊക്കെ എഴുതിയേക്കണേ. ഹല്ലേലൂയ. ഇനിയും വേറെ തെളിവിന് വേണ്ടി പറയാം, ഈ യേശു ലഗ്യോനെ ശാസിച്ച കേസില്ലേ, ലഗ്യോനെ ശാസിച്ച ആ ഭാഗത്തെ വേദവാക്യങ്ങൾ വളരെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും മർക്കോസിലും എഴുതിയിട്ടുണ്ട്. അവനോട് പുറത്തു പോകാൻ കൽപ്പിച്ചിരുന്നു എന്ന് തന്നെ എഴുതിയാണ്. അതായത് ആക്ച്വലി യേശു അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ തന്നെ ഹല്ലേലൂയ ഈ അന്ധകാര ശക്തിയെ പുറത്തു പോകാൻ കൽപ്പിച്ചിരുന്നു. അപ്പോൾ എന്ത് അന്ധകാര ശക്തി, എന്താണ് അവിടെ അവർ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം യേശുവിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യം വളരെ ഈ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലുള്ളവർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാക്യമാണ്. യെശയ്യാ പ്രവചനം 45:11 ഇങ്ങനെ എഴുതിയേക്കുന്നു: ഇസ്രായേലിന്റെ പരിശുദ്ധനും അവനെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വരുവാനുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുവിൻ, എൻ്റെ മക്കളെയും എൻ്റെ കൈയുടെ പ്രവൃത്തിയെയും കുറിച്ച് എന്നോട് കൽപ്പിക്കുവിൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ക്രിസ്ത്യൻ ലൈഫിൻ്റെ, അല്ലെങ്കിൽ ഈ യേശു ശിഷ്യന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചില്ലേ? അതായത് ജീസസ് വാസ് സോ സ്പെസിഫിക്, സോ ഷുവർ അബൌട്ട് ദ പേഴ്സൺസ്. ഇത് ആരൊക്കെ പിടിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് യേശുവിന് അറിയാമായിരുന്നു. അത് മാത്രമല്ല, അവരിലുള്ള അന്ധകാര ശക്തിയെ മാറ്റി നിർത്തിയായിരുന്നു. യേശു വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോരാൻ പാകത്തിന് അവരുടെ സ്പിരിച്വൽ ഒരു റലത്തിലായിരുന്നു അവർ. നമുക്കിത് യൂസ് ചെയ്താൽ പോരെ? ഹല്ലേലൂയ. പ്രിയ മക്കളെ, യഥാർത്ഥമായ ഹല്ലേലൂയ നമ്മളുടെ യഥാർത്ഥമായ ആക്ടിവിറ്റീസ്, നമ്മുടെ പ്രവർത്തനം, നമ്മളിൽ ഇൻട്രസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അന്ധകാര ശക്തി നമ്മളെ തടയാൻ നമ്മളെ അനുവദിക്കരുത്, ഒരു കാരണവശാലും അതുകൊണ്ടാണ് യേശു പറയുന്നത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനുള്ള യേശു പറയുന്നു. ദുഷ്ടനെ ചവിട്ടാനും മെതിക്കാനും സാത്താനെ മാറ്റി നിർത്താനുള്ള ഇഷ്ടം പോലെ മൾട്ടിപ്പിൾ ലെയർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ ദൈവം തന്നിട്ടുണ്ട്, പ്രിവിലേജ് തന്നിട്ടുണ്ട്.
വി മസ്റ്റ് യൂസ് ഇറ്റ്. അതിൻ്റെ കൂട്ടത്തിൽ ആത്മാവിനെ, അതായത് ശത്രുവിനെ മാറ്റി നിർത്തുകയും ആത്മാവിനെ ബെഗ് ചെയ്ത് മേടിക്കുകയും ആത്മാവിൻ്റെ ജ്ഞാനവും ആത്മാവിൻ്റെ ആ അവസ്ഥയും കൂടുതലായിട്ട് നമ്മൾ അക്യൂർ ചെയ്തിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്താൽ സക്സസ് ആയിരിക്കും. അല്ലല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു മേഖലയിൽ ഒന്ന് സൗമ്യത. യേശു സൗമ്യത എന്നുള്ള ആത്മാവിൻ്റെ ബലം ഉപയോഗിക്കുമ്പോൾ തന്നെ അവൻ്റെ ശത്രുവിനെ മാറ്റി നിർത്തിയിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്തത്, അത് അപ്ലൈ ചെയ്തത്. ഹല്ലേലൂയ. സോ ഇത് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റോറി, അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സെൻസിബിൾ ആയിട്ട് തോന്നി. അത് ഞാൻ ചെറിയ തോതിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വർക്കിംഗ് വൺ, ഭയങ്കര എഫക്റ്റീവ്. അത് അന്ധകാര ശക്തിയെ മാറ്റി നിർത്തുക, ആത്മാവിനെ ചോദിച്ച് ആ പർട്ടിക്കുലർ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ടാസ്കിനെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിച്ച്, ദൈവത്തോട് ചോദിച്ചത്. കാരണം ദൈവം എന്താ ഇവിടെ യെശയ്യാപ്രവചനത്തിൽ എഴുതിയേക്കണേ? ദൈവത്തിന്റെ മക്കളെ കുറിച്ചും ദൈവന്റെ കൈകളെ പ്രവൃത്തികളോടും ചോദിക്കാനാണ് പറഞ്ഞേക്കണേ. യെസ്, ഗോഡ് വിൽ ടെൽ us വാട്ട് ഈസ് ഹിസ് പ്ലാൻ, എവറിത്തിങ് ഗോഡ് വിൽ ടെൽ us. നമ്മൾ ചോദിക്കാത്ത പ്രശ്നം, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നു, ദൈവം വേറൊരു എന്താ രീതിയും പ്ലാൻ ചെയ്യുന്നു. അതിനേക്കാളും എന്തോരം നല്ലതാണ് ദൈവത്തോട് തന്നെ ചോദിച്ചിട്ട് ദൈവം പറയുന്ന കാര്യം വ്യക്തമായി ദൈവം നമ്മളോട് പറയും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ വേ. ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന വേ എങ്ങനെ? ദൈവത്തോട് ചോദിക്കുക, ദൈവത്തിന് കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കിട്ടുക. യെസ്, ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ എഴുതിയേക്കുന്നല്ല. ഇറ്റ് ഈസ് ലിറ്ററലി ട്രൂ. എനിക്ക് ഇഷ്ടം പോലെ അനുഭവമുണ്ട്. എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വ്യക്തമായി ദൈവം പറഞ്ഞു തരും. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞു തരുന്ന കൂട്ടത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് കേസാണ് ഏതെങ്കിലും ഇതുപോലെ അന്ധകാര ശക്തിയെ മാറ്റി നിർത്തുക. വ്യക്തി ജീവിതങ്ങളാണെങ്കിൽ അവരിൽ നിന്ന് മാറ്റി നിർത്തുക. മീറ്റിങ്ങോ എന്തെങ്കിലും കാര്യമാണെങ്കിൽ മാറ്റി നിർത്തുക. ദൈവത്തിൻ്റെ എന്തെങ്കിലും പ്രവൃത്തിയാണെങ്കിൽ മാറ്റി നിർത്തുക. ഈവൻ ഭൗതികമായ കാര്യമാണെങ്കിലും മാറ്റി നിർത്തുക. ഭൗതികമായ നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണെങ്കിലും അന്ധകാര ശക്തിയെ അടുപ്പിക്കരുത്, മാറ്റി നിർത്തുക. നമ്മൾ പരിശുദ്ധാത്മാവോട് ചോദിച്ച ആത്മാവിനെ ആ ശക്തി പ്രാപിച്ച് ശക്തി യഥാർത്ഥമായി സ്വീകരിച്ചിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുക. ഹല്ലേലൂയ. ഇവിടെ യേശു അതിനുശേഷം നമുക്കറിയാമല്ലോ, വീണ്ടും യേശു അവർക്ക് പ്രാതലൊക്കെ കൊടുത്തതിന് ശേഷമാണ് എന്ത് സൗമ്യമായിട്ട് അത് ഡീൽ ചെയ്തത്. ഹല്ലേലൂയ. ഒന്ന് അന്ധകാര ശക്തി മാറ്റി നിർത്തുന്നു. ആ യേശുവിൻ്റെ യഥാർത്ഥമായ സ്നേഹം, ഇത് ആരെ പക്ക പിന്മാറ്റത്തിൽ പോയാൽ ഇവരെ റിസ്റ്റോർ ചെയ്യാനാണ് യേശു കാര്യം കാണിച്ചത്. ആ ത്രൂ ഔട്ട് അതിനകത്ത് സൗമ്യത തന്നെയാണ് അത് പ്രൊജക്റ്റ് ചെയ്ത് നിന്ന്. പ്രിയ ദൈവങ്ങളെ, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം. അല്ലേ? നമ്മൾ ദേഷ്യപ്പെട്ടിട്ടോ നമ്മൾ ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. യെസ്, അത് നമ്മുടെ ഉള്ളിൽ ഈവിളായിരിക്കും അത് അങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. യഥാർത്ഥമായ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുവാണെങ്കിൽ ദൈവം നമുക്ക് യഥാർത്ഥമായ ആത്മാവിൻ്റെ ഇതും തരും, ആ ബലവും തരും. അത് മാത്രമല്ല, ഈ അന്ധകാര ശക്തികളെ മാറ്റി നിർത്തുക എന്നുള്ള പ്രൈമറി തിങ് നമ്മൾ ചെയ്തിരിക്കണം. അത് നമ്മളെപ്പോഴും മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ടാണ് പറയുന്നത്, ഹല്ലേലൂയ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാണ്. ഭൂമി എന്ന് പറയുമ്പോൾ അവരുടെ അരീന, അവരുടെ സറൗണ്ടിങ്, അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അത് യഥാർത്ഥമായി കൈവശമാക്കുകയും സക്സസ്ഫുൾ ആക്കുകയും ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ സൗമ്യതയും വേണം. ഈ അന്ധകാര ശക്തികളെ മാറ്റി നിർത്തുകയും വേണം. ഈ വചനങ്ങൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാണ്.